ഉമിനീർ ഗ്രന്ഥികളിലെ തകരാറുകളുടെ ചികിത്സയ്ക്കായി കൊച്ചി അമൃത ആശുപത്രിയിൽ പ്രത്യേക സെലിവറി ഗ്ലാൻഡ് സർജറി സെൻറ്റർ തുടങ്ങി. സെലിവറി ഗ്ലാൻഡിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് മൂലം ശസ്ത്രക്രിയ വഴി ഗ്ലാൻഡ് നീക്കം ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കിയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ആധുനിക ഉപകരണങ്ങളുടെയും സംവിധാനങ്ങളുടെയും സഹായത്തോടെയാണ് സെൻറ്റർ പ്രവർത്തിക്കുന്നത്. സെൻറ്ററിൻ്റെ ഉദ്ഘാടനം ആശുപത്രി സീനിയർ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ പ്രതാപൻ നായർ നിർവഹിച്ചു. സലൈവറി ഗ്ലാൻഡിൽ തടസ്സങ്ങളുണ്ടായാൽ സലൈവറി ഗ്ലാൻഡ് നീക്കം ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ് പലയിടത്തും നിലവിലുള്ളത്. ഇതൊഴിവാക്കി സൈലൻഡോസ്കോപ്പി പോലെയുള്ള നടപടിക്രമങ്ങളിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും. അമൃത ആശുപത്രിയിൽ ഇതിനോടകം 1000-ഓളം സൈലൻഡോസ്കോപ്പികൾ പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയുള്ള സലൈവറി ഗ്ലാൻഡ് സർജറി സെന്റർ ആരംഭിക്കുന്നതെന്ന് ENT വിഭാഗം മേധാവി ഡോക്ടർ ബിനി ഫൈസൽ പറഞ്ഞു. മെജോറിറ്റി ഒരു 70%-നും മിക്കവാറും ചിലപ്പോൾ ഒരു കല്ലായിരിക്കും പ്രോബ്ലം. അതെടുത്തു കഴിഞ്ഞാൽ ആ ഗ്ലാൻഡിൻ്റെ പ്രോബ്ലം തീർന്നു. അപ്പോൾ അതിനുവേണ്ടി ഗ്ലാൻഡ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഉമിനീർ ഗ്രന്ഥിക്ക് വേറെയും കുറേ ഫങ്ഷൻസ് ഉണ്ട്. ഉമിനീർ ഗ്രന്ഥി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഡൈജഷൻ നടക്കുന്നത്. നമ്മുടെ സ്പീച്ച് വായല്ലെങ്കിൽ വല്ലാതെ ഡ്രൈ ആയി പോവില്ലേ, വായിൽ പല്ലിൻ്റെ ഹെൽത്ത് എല്ലാം ഉമിനീർ ഉള്ളതുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഉമിനീർ ഗ്രന്ഥി നമ്മൾ പ്രിസർവ് ചെയ്യാൻ ശ്രമിക്കണം. ഈ ഉമിനീർ ഗ്രന്ഥിയുടെ പ്രോബ്ലം ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർക്ക് വരെ ഉണ്ടാകാം. ചെറിയ കുട്ടികളിൽ സാധാരണ കാണുന്നത് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സെറിബ്രൽ പാൽസിയൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഉമിനീര് അൺകൺട്രോൾഡായിട്ട് വായിൽ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ആ ഉമിനീര് കുറച്ചിട്ട്, കാരണം പേരൻസിനും ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം 10 പ്രാവശ്യം 20 പ്രാവശ്യമൊക്കെ ഡ്രസ്സ് മാറ്റേണ്ടി വരും. ഉമിനീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെറിയ പ്രൊസീജിയേഴ്സ് വഴി നമുക്ക് ആ ഉമിനീരിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റും. വലിയ ആളുകളുടെ ഡ്രൈനെസ്, അത് പ്രായമുള്ള ആൾക്കാർക്കുള്ള മേജർ ഇഷ്യൂ ആണ് വായിക്ക് ഡ്രൈനെസ് വരിക എന്നുള്ളത്. അത് ഈ ഉമിനീർ ഗ്രന്ഥിയെപ്പറ്റി ആരും അത്ര പഠനങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ അതിനു വേണ്ടിയൊരു കൺസേർട്ടഡ് എഫേർട്ട് എടുക്കാൻ തുടങ്ങിയപ്പോൾ ചിലപ്പോൾ അവർ കഴിക്കുന്ന മരുന്ന് കൊണ്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും, അതിൻ്റെ ഇൻറ്ററാക്ഷൻ കൊണ്ട് വായിക്ക് ഡ്രൈനെസ് വരുന്നതായിരിക്കും, ചിലപ്പോൾ ഉമിനീർ ഗ്രന്ഥിയുടെ പ്രൊഡക്ഷൻ കുറഞ്ഞതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ചെറിയ ചെറിയ പ്രൊസീജിയേഴ്സ് കൊണ്ടും മെഡിസിൻസ് കൊണ്ടും അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ട്യൂമർ ഒഴികെയുള്ള കേസുകളിൽ സലൈവറി ഗ്ലാൻഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ തകരാറുകൾ പരിഹരിക്കാനാകും. സീനിയർ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ പ്രതാപൻ നായർ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ IMA കൊച്ചി ഘടകം പ്രസിഡന്റ് ഡോക്ടർ M. ഹനീഷ്, സൈലൻഡോസ്കോപ്പി ഗ്രൂപ്പ് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ഡോക്ടർ മിലിന്ദ് നവലാഖെ, ഡോക്ടർ മധുമിത കുമാർ, ഡോക്ടർ ജാൻവി ഭാട്ടെ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൈലൻഡോസ്കോപ്പിയെപ്പറ്റിയുള്ള ദ്വിദിന ശില്പശാലയും സംഘടിപ്പിച്ചിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ നേതൃത്വം നൽകുന്ന ശില്പശാലയിൽ 100ഓളം പ്രതിനിധികളാണ് പങ്കെടുത്തത്. അമൃത ന്യൂസ്, കൊച്ചി.